ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ വി പി ശ്രീപത്മനാഭൻ, ഈ വയനാട് 2019 നിന്ന് 2024 എത്തുമ്പോൾ രാഹുലിന് 58,922 വോട്ട് കുറഞ്ഞു. CPIക്ക് 8,426 വോട്ട് LDFന് കൂടി. BJPക്ക് 62,229 വോട്ടുകളാണ് കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ വർദ്ധിച്ചത്. അപ്പോൾ BJP വലിയ തോതിൽ വോട്ട് വർധനവുണ്ടാക്കി അവിടെ. ഇനി ഈ റായ്ബറേലിയിൽ നിലനിർത്താനുള്ള രാഹുലിൻ്റെ തീരുമാനം ഉചിതമെന്ന് ആനി രാജ പറയുന്നു. ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുലിൻ്റെ സാന്നിധ്യം ആവശ്യമാണെന്നും അവർ പറയുന്നു. അതായത് തൊട്ട് 2 ആഴ്ച മുൻപ് ഫലം വന്ന അതേ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെതിരെ വീറോടെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ആനി രാജ ഇപ്പോൾ പറയുന്നു റായ്ബറേലി നിലനിർത്താനുള്ള രാഹുലിൻ്റെ തീരുമാനം ഉചിതം, ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുലിൻ്റെ സാന്നിധ്യം ആവശ്യമാണ് എന്ന്. ഈ ആനി രാജ പറഞ്ഞു വെക്കുന്നത് എന്താണ്? അല്ല, അതിലും വലിയൊരു തമാശ ഞാൻ പറയാം. ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് AK ബാലൻ പറഞ്ഞിരുന്നു മരപ്പട്ടി എലിപ്പട്ടിയൊക്കെ ആയി പോവാണ്ടെന്ന് നോക്കിക്കോളാൻ. ഈ തെരഞ്ഞെടുപ്പിൽ CPMന് ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്താ അറിയോ? രാജസ്ഥാനിലെ ഒരു സീറ്റിൽ CPM ജയിച്ചത് കൊണ്ടാണ്. അതോടുകൂടി അവർക്ക് 3 സംസ്ഥാനത്ത് ലോക്സഭാ അംഗങ്ങളായി: കേരളം, തമിഴ്നാട്, രാജസ്ഥാൻ. ആ സീറ്റിൽ കഴിഞ്ഞ തവണ ആ CPM സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 30,000 വോട്ടാണ്. ആ സീറ്റിൽ കോൺഗ്രസ് ആ സീറ്റ് CPMന് കൊടുത്തത് കൊണ്ടാണ് അവർക്ക് ഒരു സീറ്റ് അവിടെ ജയിക്കാൻ സാധിച്ചതും അതുവഴി ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നിലനിർത്താനും സാധിച്ചത്. അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ദേശീയ പാർട്ടി എന്ന അംഗീകാരം നിലനിർത്തണമെങ്കിൽ കോൺഗ്രസ് വേണം. അപ്പോൾ ആനി രാജയുടെ മത്സരത്തിന് എന്ത് പ്രസക്തി? ആനി രാജയുടെ പ്രസ്താവനയ്ക്ക് എന്ത് പ്രസക്തി? ഇന്ത്യയിൽ 2 മുന്നണികളാണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഇന്ത്യ സഖ്യം ഒരു ഭാഗത്തും ദേശീയ ജനാധിപത്യ സഖ്യവും ഇന്ത്യ സഖ്യവുമാണ്. ഇതിൽ പെടാത്ത പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി ഉണ്ടാകും, BRS ഉണ്ടാകും, ഒറീസയിലെ ബിജു ജനതാദൾ ഉണ്ടാവും. എന്തിന്? മമതാ ബാനർജി വരെ കോൺഗ്രസിനെ അവിടെ നാമാവിശേഷമാക്കി. ഏതാണ്ട് ആ പാവം അധീർ രഞ്ജൻ ചൗധരിയെ ഗുജറാത്ത് നിന്ന് ആളെ കൊണ്ടുവന്ന് തോൽപ്പിച്ചു. അപ്പോൾ എന്നാലും അവർ ഈ കോൺഗ്രസിന്റെ കൂടെയാണ്, അവരെ ഇന്ത്യ മുന്നണിയിലാണ്. അവരുടെ സീറ്റ്, അവരുടെ 29 സീറ്റും കൂടി ഇന്ത്യ മുന്നണിയുടെ കൂടെയാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഏത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ 231 എന്ന് പറയുന്നതിൽ 29 എണ്ണം അധീർ രഞ്ജൻ ചൗധരിയെ തോൽപ്പിച്ച മമതാ ബാനർജിയുടേതാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സംവിധാനമാണ്. അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാനുള്ള ഒരു അവകാശമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ജനാധിപത്യത്തിൽ പങ്കില്ല എന്ന രീതിയിലല്ല. കാരണം അവർക്ക് ധാർമ്മികമായ അവകാശമില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം കോൺഗ്രസുമായി ഇന്ത്യ മുഴുവൻ സഖ്യമുണ്ടാക്കുന്നു, കോൺഗ്രസിന്റെ സഹായത്തോടെ പിടിച്ചു നിൽക്കുന്നു. എന്നിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്നതിൽ എന്താർത്ഥം? മത്സരിക്കുന്നതിൽ എന്താർത്ഥം? അതുകൊണ്ട് CPIയും CPM ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങളുടെ അഭിപ്രായത്തിൽ വയനാട്ടിൽ മത്സരിക്കേണ്ട എന്നാണ്. എന്തിനാ വയനാട്ടിൽ മത്സരിക്കുന്നത്? അവർ രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിക്കോ പിന്തുണ നൽകട്ടെ, അതാണ് നല്ലത്. മത്സരം ഇന്ത്യ സഖ്യവും NDAയും തമ്മിലാണ്. BJPയും പ്രിയങ്ക ഗാന്ധിയും തമ്മിൽ മത്സരിക്കാം. പ്രസക്തി ഇല്ലല്ലോ. എന്ത് പ്രസക്തിയാണ് ഉള്ളത്? CPIക്ക് ആകെ 2 ലോക്സഭാ സീറ്റാണ്. 2ഉം കോൺഗ്രസ് ഉൾപ്പെട്ട സഖ്യത്തിൽ തമിഴ്നാട്ടിൽ നിന്നും ജയിച്ചതാണ്. അപ്പോൾ എന്തിനാണ് വെറുതെ സമയം കളയുന്നത്? എന്തിനാ പൈസ കളയുന്നത്? എന്തിനാ മനുഷ്യന്മാരെ കൊണ്ട് അധ്വാനിപ്പിക്കുന്നത്? അതുകൊണ്ട് വയനാട്ടിൽ CPI മത്സരിക്കുന്നതിൽ ഒരു പ്രസക്തിയുമില്ല. ഇടതുപക്ഷം മത്സരിക്കേണ്ട എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി, ശ്രീ സലിം മടവൂർ, ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എല്ലാവർക്കും അറിയാം. ഞങ്ങൾ രംഗം വിട്ടാൽ ഒരുപാട് വോട്ടുകൾ BJPയിലേക്ക് പോകുമെന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. അതൊരു കോമഡി ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഈ ഇടത് വോട്ടുകൾ എങ്ങനെയാണ് BJPക്ക് പോവുക? അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കുകയാണോ ഇടത് വോട്ടുകളൊക്കെയും എങ്ങോട്ടും ചാഞ്ചാട്ടമുള്ളതാണെന്ന്? അല്ല, ഇടത് വോട്ടല്ല. ഇപ്പോ അവിടെ കുടുംബ ആധിപത്യം, അതായത് രാഹുൽ ഗാന്ധി പോയിട്ട് പകരം പ്രിയങ്ക ഗാന്ധി വരുന്നു. അപ്പൊ നേരത്തെ ദേശീയ തലത്തിൽ ചർച്ച വന്നതാണ്. പ്രിയങ്ക ഗാന്ധി വാരാണസിയിൽ മോദിക്കെതിരെ മത്സരിച്ചാൽ കുറച്ചുകൂടെ അതൊരു മൂവ്മെന്റ് ഉണ്ടാവുമായിരുന്നു. പ്രിയങ്ക ഗാന്ധിക്ക് ഉത്തരേന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ മത്സരിക്കാമായിരുന്നു.
അപ്പൊ അതൊന്നും ചെയ്യാതെ കേരളത്തിലേക്ക് വന്നതിനോട് വിയോജിപ്പുള്ള ആളുകളുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തോടെ BJPയുടെ വളർച്ച മാത്രം എതിർക്കുന്നതിന് വേണ്ടിയിട്ട് പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അവരുമായി സഖ്യം ചേരുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകൾ അടക്കമുള്ള ആളുകൾ. അത് BJPയോടുള്ള എതിർപ്പിന്റെ പേരിലാണ്. കോൺഗ്രസ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആഗോളവൽക്കരണവും മറ്റു പ്രവർത്തനങ്ങളോടൊക്കെ വളരെ വ്യക്തമായ എതിർപ്പുള്ള ആളുകളാണ്. അപ്പൊ ഈ ഒരു രാഷ്ട്രീയത്തിനിടയ്ക്ക് ഇവിടെ ഡയറക്റ്റ് BJP വേഴ്സസ് കോൺഗ്രസ് എന്നൊരു പോരാട്ടം വന്നാൽ, അങ്ങനെ വരുന്ന ഒരു ഘട്ടം എവിടെ വന്നാലും സ്വാഭാവികമായിട്ടും കോൺഗ്രസ് വിരുദ്ധമായിട്ട് ഇടതുപക്ഷത്തിന് കിട്ടുന്ന വോട്ട്, അതായത് ഇടതുപക്ഷത്തിന്റെ അണികളല്ലാതെ കോൺഗ്രസിന്റെ നയങ്ങളോട് എതിർപ്പുള്ള ഒരു ജനവിഭാഗം ഉണ്ടാവുക. അല്ല, അങ്ങനെയല്ലല്ലോ ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. പിടിക്കുന്ന ഒരു സാഹചര്യം വരും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണ്? ഇടത് വോട്ടുകൾ എത്രയാണ് BJPക്ക് പോയത്? സംശയമുണ്ടോ? അല്ല, അത് പല സാഹചര്യങ്ങളും അത് വിലയിരുത്തട്ടെ. അത് ബന്ധപ്പെട്ട മത്സരിച്ച അല്ല, ഞാൻ ഈ ചോദിക്കാൻ കാരണം അത് ഇടത് വോട്ടുകളായതുകൊണ്ടാണ്. അല്ല, ഇടത് വോട്ട് മാത്രമല്ല, അവിടുത്തെ നേരത്തെ കോൺഗ്രസ് വിരുദ്ധ വോട്ട് എന്നുള്ള രൂപത്തിൽ ഇടതുകൊണ്ടിരുന്ന വോട്ടുകൾ ഒരു പക്ഷേ BJP കുറച്ചുകൂടെ സ്ഥാനാർത്ഥികളെയൊക്കെ പണം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ പോലും സുരേഷ് ഗോപി 6 കോടി രൂപ ചെലവഴിച്ചു എന്ന് കൊടകര കള്ളപ്പണ കേസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. കോടതിയിൽ കൊടുത്ത കുറ്റപത്രത്തില് തങ്ങൾ ആ പിടിക്കപ്പെട്ട പ്രതികള് ഞങ്ങൾ 6 കോടി തൃശ്ശൂരിൽ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഞാൻ അതിന്റെ പരാതി കൊടുത്ത ഒരാളാണ്. 6 കോടി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പൊ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്ര കോടി ചെലവഴിച്ചു എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ്. കേരളത്തിൽ പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെ തന്നെ ഇപ്പൊ കോൺഗ്രസ് അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഇടതുപക്ഷത്തിന്റെ സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിനിടയ്ക്ക് പണം കോടികൾ വാരി എറിഞ്ഞുകൊണ്ട് മാസങ്ങൾക്ക് മുമ്പ് വോട്ട് ചേർത്തൽ തൊട്ടിട്ട് ആളുകളെ ആ രൂപത്തിൽ പണം കൊടുത്തുകൊണ്ട് രംഗത്തിറക്കിക്കൊണ്ട് പ്രത്യേക ഏജൻസികൾ BJPയുടെ സംഘടനാ സംവിധാനത്തെ മറികടന്നുകൊണ്ട് ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തെ അതിന് പ്രത്യേകമായിട്ട് കൊട്ടേഷനായിട്ട് ഏൽപ്പിച്ച ആളുകളാണ് ഈ പണം. അതെ, ഈ BJP എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് അറിയാമല്ലോ. അവർക്കൊരിടം ആരൊക്കെ ചേർന്നാണ് ഒരുക്കിയതെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. സലിം മടവൂർ, ശ്രീ സംഷാദ്. അല്ല, പറയൂ പെട്ടെന്ന്. അല്ല ഞാൻ പറഞ്ഞു വരുന്നത്, വൻതോതിൽ പണം ഇറക്കിയ സമയത്ത് ആ പ്രചരണത്തിലൊക്കെ തന്നെ വശംവദരായിക്കൊണ്ട് ചില അതായത് കോൺഗ്രസിനോടുള്ള എതിർപ്പിന്റെ പേരിൽ മാത്രം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത കുറച്ച് വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ ഇടതുപക്ഷത്തിനോട് എതിർപ്പിന്റെ പേരിൽ ചില എന്തെങ്കിലും നയങ്ങളോട് എതിർപ്പുണ്ടാവും. ഈ ആരോപണം നിങ്ങൾ തെളിയിക്കേണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. ശ്രീ സംഷാദ്, ഈ വയനാട് ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. പ്രിയങ്ക UDF സ്ഥാനാർത്ഥിയാകുന്നു. നിങ്ങളൊരു അതിബുദ്ധി കാണിച്ചതാണോ എന്നറിയില്ല. കാരണം അതിനൊപ്പം തന്നെ പാലക്കാടും ചേലക്കരയും ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട്. സംഷാദ്, കേൾക്കാം? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കോ? അതായത് പാലക്കാടും ചേലക്കരയും വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുള്ള 2 ഇടങ്ങളാണ്. അങ്ങനെ ഒരു അതിബുദ്ധി പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഞങ്ങൾ അങ്ങനെ ഒരു അതിബുദ്ധിയും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാണുന്നില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നും ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നുള്ളതും നമുക്ക് ഇലക്ഷൻ റിസൾട്ട് വന്ന അന്ന് ബോധ്യപ്പെട്ട കാര്യമാണ്. പാലക്കാട് UDFനെ സംബന്ധിച്ചിടത്തോളം നിലനിർത്തുക എന്നുള്ളതും ചേലക്കര LDFിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നുള്ളതുമാണ് രാഷ്ട്രീയ തീരുമാനം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അതിനോടൊപ്പം വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു കാൻഡിഡേറ്റായി പ്രിയങ്ക ഗാന്ധി വരുന്നു എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായി ഞങ്ങളുടെ ഇലക്ഷൻ ഇതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ സീറ്റ് കൃത്യമായി നിലനിർത്തുകയാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങളത് കൃത്യമായി നിലനിർത്തുകയാണ്. അന്നൊന്നും ഞങ്ങൾ അതിനുവേണ്ടി ഒരു അതിബുദ്ധി കാണിക്കേണ്ട കാര്യമില്ല. കാരണം ജനം ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നും ഈ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ ജനം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്വാഭാവികമായി നമുക്ക് ജയിച്ചെടുക്കാൻ പറ്റും. അതിനുള്ള ഒരു പ്രവർത്തനം UDF ഏകോപിപ്പിച്ചാൽ മതി. നല്ലൊരു സ്ഥാനാർത്ഥിത്വം വരുന്നതോടുകൂടി ഒരുമിച്ച് പ്രവർത്തിച്ച് നമുക്ക് ജയിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് ഒരു പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കുക എന്നുള്ളതൊന്നും ഞങ്ങളുടെ തീരുമാനത്തിന്റെ ഭാഗമായില്ല. പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനുള്ള ഒരു കാരണം രാഹുൽ ഗാന്ധിക്ക് അത്രമേൽ വൈകാരികമാണ് വയനാട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് വയനാട്ടുകാർക്കാണ്. അദ്ദേഹത്തിന് ഓരോ വരവിലും അദ്ദേഹത്തിന്റെ സംസാരത്തിലുമൊക്കെ. അപ്പൊ ആ ഒരു രീതിയിൽ അദ്ദേഹം ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരി, അത് നിങ്ങൾ അതിനെ കുടുംബവാഴ്ച എന്നോ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ കോൺഗ്രസിലുള്ള ആധിപത്യം എന്നോ എന്തൊക്കെയോ വിളിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ ആ തരത്തിലല്ല കാണുന്നത്. അദ്ദേഹത്തിന് പകരം അദ്ദേഹത്തിന്റെ സഹോദരിയെ വയനാട്ടുകാർ
വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിപ്പിക്കും. അത് ആ കുടുംബവും വയനാട്ടുകാരും തമ്മിലുള്ള ഒരു വലിയ ബന്ധമാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 വർഷത്തോളം ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനങ്ങളുമായി ഉണ്ടാക്കിയ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം തന്നെയാണ് ഞങ്ങളുടെ വലിയ പ്രതീക്ഷയും. അത് ഞങ്ങൾ നിലനിർത്തുകയും പ്രിയങ്ക ഗാന്ധിയെ വലിയ വോട്ടിന് ജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. ശ്രീ വി പി ശ്രീപത്മനാഭൻ, അവസാന ചോദ്യം. ഈ വടക്ക് രാഹുൽ, തെക്ക് പ്രിയങ്ക, കോൺഗ്രസ് തന്ത്രത്തെ അപ്പാടെ തള്ളണോ? അല്ല, രാഷ്ട്രീയത്തിൽ ആരുടെയും തള്ളിക്കളയാൻ പാടില്ല. എല്ലാവരെയും ആ രീതിയിൽ കാണണം. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? സാധ്യതകളുടെ കലയാണ്, ആൻ ആർട്ട് ഓഫ് പോസിബിലിറ്റീസ് ആണ്. അപ്പോൾ ചെറിയ പാർട്ടികളെയും വലിയ പാർട്ടികളെയും ഒക്കെ നമ്മൾ അതിന്റെ ഗൗരവത്തിൽ കണ്ടിട്ട് വേണം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ അതൊന്നും BJP ആരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. കാരണം BJPക്ക് ഒരു കാലത്ത് ബാലികേറ മലയായിരുന്നു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. നിങ്ങൾക്കറിയാം, നാഗാലാൻഡ്, മിസോറാം, മേഘാലയ, ത്രിപുര, ആസാം, എന്താ പറയാ, അരുണാചൽ പ്രദേശൊക്കെ അവിടെ കോൺഗ്രസിന്റെ സർവാധിപത്യമായിരുന്നു. ഇന്ന് അവിടെ എന്താ സ്ഥിതി? ഇന്ന് അവിടെ BJPയുടെ സർവാധിപത്യം. 3ാമത്തെ തെരഞ്ഞെടുപ്പിലും BJP അവിടെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അവിടുത്തെ ചെറിയ ചെറിയ പ്രാദേശിക പാർട്ടികളുമായി ഫൈറ്റ് ചെയ്തിട്ട് കിട്ടിയ വിജയമാണ്. അതിൽ പലരും ഇന്ന് BJPയുടെ കൂടെ കൂടി. അപ്പൊ എല്ലാ വലുതും ചെറുതുമായ എല്ലാ പാർട്ടികളെയും അതിൻ്റെതായ ഗൗരവത്തിൽ കണ്ടിട്ട് വേണം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ. പിന്നെ ഇവിടെ സലിം മടവൂർ പറഞ്ഞു BJP കോടിക്കണക്കിന് റുപ്യ ചെലവാക്കി. ഞാൻ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്, ഇവിടുത്തെ ഒരു പ്രവർത്തകനാണ്. ഞങ്ങൾ കോഴിക്കോട് ലോക്സഭയിൽ MT രമേശിന് വേണ്ടി 100 ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ എളമരം കരീമിന് വേണ്ടി 500 ബോർഡ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വെച്ചതിന്റെ 5 ഇരട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ നഗരം മുഴുവൻ യാത്ര ചെയ്തതാണ് തെരഞ്ഞെടുപ്പ് സമയത്ത്. അവിടെ സുരേഷ് ഗോപി വെച്ചതിനേക്കാൾ ബോർഡ്, അല്ലെങ്കിൽ സുനിൽകുമാർ വെച്ചതിനേക്കാൾ ബോർഡ് ശ്രീ K മുരളീധരൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പൈസ കൊടുത്തിട്ട് ബോർഡ് വെച്ചപ്പോൾ നിങ്ങൾ, അല്ലെങ്കിൽ K മുരളീധരന്റെ ബോർഡ് ഇതൊന്നും പുളിങ്കുരു കൊടുത്തിട്ട് വെച്ചതല്ലല്ലോ. അപ്പൊ അത് രാഷ്ട്രീയത്തിൽ നിങ്ങൾ ബോർഡിനാണ് പൈസ ചെലവാക്കിയതെങ്കിൽ ഞങ്ങൾ പരാതിയില്ല. വെറുതെ വെക്കൂലല്ലോ. ആരാപ്പ ബോർഡ് വെറുതെ വെച്ചു തരുമോ? അല്ല, ബോർഡിന് പൈസ ചെലവാക്കുന്നത് ഞങ്ങൾ എതിരല്ല. ഏത് രീതിയിൽ പോട്ടെ, 4-2 ഫ്ലെക്സിന്റെ എത്ര ഉറുപ്പ്യാവും അറിയോ? 4-2 ഫ്ലെക്സിന് എത്ര പരാതിയില്ല. ഫ്ലെക്സ് നിങ്ങൾ വേണ്ട, ഒന്ന് പറയും. 6-4 ഫ്ലെക്സിന്റെ വിലയൊന്ന് പറയും. ഡമ്മി പോസ്റ്റർ ഒരു 2 ലക്ഷം പോസ്റ്റർ അടിക്കാൻ എത്രയാവും? അപ്പൊ അതൊന്നും പറയണ്ട. BJP പണവും നിങ്ങൾ പുളിങ്കുരുവാണ് ചെലവാക്കുന്നെങ്കിൽ ഓക്കെ, എനിക്കൊന്നും പറയാനില്ല. ഈ പൊളിറ്റിക്സിൽ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പണം ചെലവാക്കുന്നുണ്ട്. അത് ഒന്നുകിൽ സ്റ്റേറ്റ് ഫണ്ടഡ് ഇലക്ഷൻ വേണം, അല്ലെങ്കിൽ അതിന് യൂറോപ്പിലൊക്കെ ഉള്ള പോലെ പല നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. അപ്പൊ മാഹിയിൽ പോയാൽ ഒരു പോസ്റ്റർ പോലും ഇല്ല. മാഹിയിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റർ കാണാൻ പറ്റില്ല, ഒരു ബോർഡെഴുത്ത്, ചുമരെഴുത്ത്. സമയപരിമിതി ഉള്ളത് കൊണ്ട് ഇടപെടുന്നു. റായ്ബറേലിയിൽ സോണിയ മാറി രാഹുൽ വന്നു, വയനാട്ടിൽ രാഹുൽ മാറി പ്രിയങ്ക വരുന്നു. വയനാടും റായ്ബറേലിയും ഒക്കെ വന്നു പോകാനുള്ള ഇടമല്ലെന്ന് ഓർമ്മിക്കണം എന്നൊരു വാക്കുമാത്രം. വളരെയധികം നന്ദി ശ്രീ വി പി ശ്രീപത്മനാഭൻ, സംഷാദ് മരക്കാർ, സലിം മടവൂർ ഡിബേറ്റിൽ പങ്കുചേർന്നതിന്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.